ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ കുട്ടികളെ, ഇന്ന് നമുക്കൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവി കാണാം. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കോമഡി ത്രില്ലർ ആണെന്നറിയാം, എന്നാലും അതിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കാണാം. ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അവസാനം വരെയും പിടിച്ചിരുത്തുന്ന മൂവിയാണ്. കോമഡി ഫിലിം നമുക്ക് അടുത്തായിട്ട് ചെയ്യാം. ഇപ്പൊ ഈ സിനിമയിൽ ഒരു എംബസിയിൽ നടക്കുന്ന കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടി ഒരു ലേഡി എഴുത്തുകാരി വരികയാണ്. അവരാദ്യം തന്നെ മനസ്സിലാക്കും ഈ കെട്ടിടത്തിനകത്തുള്ള ആരോ ആണ് ഈ കൊലപാതകം ചെയ്തിരിക്കണേന്ന്. അതാരാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഈജിപ്തിലെ ഒരു നഗരം. കുറച്ച് പഴയ കാലാണ് കേട്ടോ. ഹിറ്റ്ലറിന്റെയൊക്കെ ഭരണകാല സമയം. ഈ നഗരത്തിലൂടെ തൊപ്പിവെച്ചൊരു മനുഷ്യൻ ആരെയോ ഭയന്ന് ഓടി ഒളിക്കുകയാണ്. അങ്ങേരൊരു സുവനീർ ഷോപ്പിനകത്ത് കയറും. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നയാൾക്ക് സംശയമുണ്ട്. പുള്ളി ചുറ്റിലും പരതി നോക്കുമ്പോൾ ഒരു പ്രതിമയ്ക്ക് പിറകിൽ ഒളിച്ചിരുന്ന കൊലയാളി അയാളുടെ വായമ്പ് കൊണ്ട് വിഷസൂചി ഊതി ഈ തൊപ്പിക്കാരന്റെ കഴുത്തിൽ തറപ്പിക്കും. അതോടെ തൊപ്പിക്കാരൻ ബോധം കെട്ട് നിലത്തേക്ക് വീഴ. കുറച്ചു സമയം പിടഞ്ഞ് അയാൾ മരണപ്പെടുന്നു. ഇനി അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഒരു എഴുത്തുകാരിയാണ്. നാട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പം ലോകം ചുറ്റിക്കറങ്ങാൻ വേണ്ടി പുറപ്പെട്ട് ഇപ്പൊ ഈജിപ്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഹീറോയിന് ഇഷ്ടമുള്ള വിഷയം ഇൻവെസ്റ്റിഗേഷനാണ്. യൂറോപ്പിലൊരു പ്രധാനപ്പെട്ട കൊലപാതകം തെളിയിച്ചത് ഹീറോയിനാണ്. അതുകൊണ്ട് തന്നെ ലേശം ഫേമസ് ആയ ആളാണ്. ഇപ്പൊ ചേച്ചിയുടെ ഒരു ചെരുപ്പ് കാണാനില്ല. മുറിയിലുള്ള ഏക സസ്പെക്റ്റ് അവരുടെ വളർത്തുനായി മാത്രമാണ്. അതുകൊണ്ട് നീ തന്നെയായിരിക്കണം കുറ്റവാളി. ഇനി നീ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നിരപരാധിയാണെന്നുള്ള തെളിവുണ്ടോ നിന്റെ കയ്യിൽ എന്ന് ചോദിക്കുകയാണ് ഹീറോയിൻ. പാവം പട്ടി അതൊന്നും മിണ്ടില്ല. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞ് മിണ്ടാതെ കിടക്കുകയാണ് ബെഡിൽ. അത് കാണുമ്പോൾ ഹീറോയിൻ പറയും, എന്നാ പിന്നെ കുറ്റം സമ്മതിച്ചതുകൊണ്ട് നിനക്ക് ഈ ചെരുപ്പും കൂടെ ഞാൻ സമ്മാനമായിട്ട് തരാം. പക്ഷെ അതിന് സമയമായിട്ടില്ല. നീ നല്ല പിള്ളയായി പെരുമാറിയാൽ മാത്രം നിനക്ക് ഈ ചെരുപ്പും കൂടെ തരാമെന്ന് പറഞ്ഞ് അവരെങ്ങോട്ടോ പുറപ്പെടാം. ഈ നേരം തെരുവിൽ ഒരു ഹോളിവുഡ് ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവർ ഈ സിനിമയിൽ ഒരു സിനിമാ നടിയാണ്. സിനിമാ നടി അവധി ആഘോഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് വന്നിരിക്കുന്നു. കൂടെ തന്നെ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. അവരൊരു പാവം ബാലനെ കാണുമ്പോൾ ആ പയ്യന് പണം കൊടുക്കുന്നത് പോലെ പോസ് കാണിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറയും. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരൊക്കെ ചെയ്യില്ലേ, അതുപോലെ ആ കാലത്ത് ഒരു ഷോ ഓഫ്. ഇത് നാട്ടിലെ പത്രത്തിൽ വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഫോട്ടോഗ്രാഫർ നല്ല ആളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ആ ഫോട്ടോയിൽ ബാലനെ ഉൾപ്പെടുത്തുന്നില്ല. ഇത് കഴിയുമ്പോൾ നടിക്ക് എംബസിയിലെ അംബാസഡറെ കാണാനുള്ള സമയമായി. അവരെത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം. അതുകൊണ്ട് ആദ്യം അവർ നടന്നു പോകുന്നു. പുറകെ പോകുന്ന ഫോട്ടോഗ്രാഫർ വീണ്ടും ഈ പയ്യന് പണം കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്നു. അവിടെ ഉണ്ടാകും അംബാസഡറും അദ്ദേഹത്തിന്റെ സഹായിയായ ഒരു ലേഡി ട്രാൻസ്ലേറ്ററും. UK എംബസിയുടെ അംബാസഡറാണ് ഇവര്. നടി വരുന്നതും UK നിന്നാ. നമ്മുടെ ഇന്ത്യൻ എംബസിയൊക്കെ എല്ലാ രാജ്യത്തും അല്ലേ, അതുപോലുള്ള UK എംബസിയുടെ അംബാസഡറാണ് പുള്ളി. UK വരുന്നവരെയൊക്കെ പുള്ളി ഗ്രീറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ താമസിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഈ നടി ഒരു ഫേമസ് ആയ ആളായതുകൊണ്ട് തന്നെ അംബാസഡർ വിളിച്ചു വരുത്തി അവർക്ക് വിരുന്ന് നൽകുകയാണ്. ഈ വിരുന്നിലേക്ക് മറ്റൊരാൾ കൂടെ കടന്നു വരുന്നുണ്ട്. അത് അംബാസഡറുടെ മകളായിരിക്കും. ഭാര്യ നേരത്തെ മരിച്ചുപോയി. എന്നാൽ ഒരു സീറ്റ് കൂടെ കാലിയാണല്ലോ, മറ്റാരെങ്കിലും വരേണ്ടതുണ്ടോ എന്ന് നടി ചോദിക്കും. അപ്പോഴാണ് അംബാസഡർ പറയുക, ലൂയിസ് ഫിൻലിയുടെ മർഡർ സോൾവ് ചെയ്ത ഫേമസ് ആയ എഴുത്തുകാരിയാണ് വരാൻ പോകുന്നതെന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഹീറോയിൻ അങ്ങോട്ട് വരുന്നു. എല്ലാവരും ഹീറോയിന്റെ പേര് കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒക്കെ ഇത്തിരി ഫേമസ് ആണ്. അംബാസഡർ ഹീറോയിനെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അപ്പൊ ഫോട്ടോഗ്രാഫർ ഹീറോയിനോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഹീറോയിൻ പറയാണ്, നാട്ടിൽ ഞാൻ ഫേമസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ജോലി ചെയ്യാനോ സമാധാനമായിട്ട് വീട്ടിലിരിക്കാനോ കഴിയുന്നില്ല. പത്രക്കാരുടെയും നാട്ടുകാരുടെയും ബഹളമാണ്. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി എന്റെ കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ട് ഞാൻ നാട് കറങ്ങാൻ ഇറങ്ങി തിരിച്ചാണെന്ന്. ഇത് കേട്ട് അംബാസഡറുടെ മോള് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ മർഡർ കേസ് സോൾവ് ചെയ്തതെന്ന്. അതിന് ഹീറോയിൻ പറയാണ്, അവൾക്ക് ചെറുപ്പം മുതലേ ഒരു പ്രത്യേക കഴിവുണ്ട്, ഒപ്പം ക്യൂരിയോസിറ്റിയും. താൻ ഒരു തവണ കണ്ടതും കേട്ടതും അറിഞ്ഞതും അവൾ മറക്കത്തേയില്ല. ഒരൊറ്റ തവണ കണ്ടാൽ മതി. അബ്സല്യൂട്ട് മെമ്മറിയാണ്, പിന്നീട് ഒരിക്കലും മറക്കില്ല. ആ ഓർമ്മശക്തിയാണ് അവൾക്ക് ആ കേസ് സോൾവ് ചെയ്യാൻ സഹായിച്ചത്. എന്നാൽ പിന്നെ ആ ഓർമ്മശക്തി ഒന്ന് പരീക്ഷിച്ച് കളയാന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഒരൊറ്റ തവണ ഹീറോയിന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അത് മറച്ചു വെച്ച് ആ ഫോട്ടോസിലുള്ള ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുക. തെരുവിലുണ്ടായിരുന്ന 2 മനുഷ്യരുടെ വസ്ത്രത്തിന്റെ നിറം എന്താണെന്ന് ചോദിക്കും. അവർ ധരിച്ചിരിക്കുന്ന ഷൂവിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കും. ഇതിനെല്ലാം വളരെ കൃത്യമായ മറുപടി ആയിരിക്കും ഹീറോയിൻ പറയുന്നത്. അതിലൊരാൾ ചെരുപ്പ് ധരിച്ചിട്ടേയില്ല. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു പുള്ളിക്കാരൻ ചോദിച്ചത്. പക്ഷെ അതും ഹീറോയിൻ കണ്ടുപിടിച്ചു. എന്തായാലും ഈ മെമ്മറി പവർ കണ്ടിട്ട് എല്ലാവരും കൈയടിക്കുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമാ നടി അവരുടെ പൊങ്ങച്ചം പറയാൻ തുടങ്ങും. ആ കാലഘട്ടത്ത് ഫേമസ് ഒരു ഡയറക്ടറാണ് ഹിച്ച്കോക്ക്. പുള്ളിയുടെ ഏതോ ഒരു സിനിമ
ഈ നടി നിഷേധിച്ചു എന്നവർ പറയുന്നുണ്ട്. ദ 39 സ്റ്റെപ്സ് എന്ന് പറയുന്ന സിനിമ, അതിന്റെ കഥ ഇവർക്ക് ഇഷ്ടമായില്ലത്രേ. എന്നാൽ ഇത് കേട്ട ഹീറോയിൻ പറയും, 39 സ്റ്റെപ്സ് എന്ന സിനിമയിലെ ഹീറോയിനെ ഓൾറെഡി ഫിക്സ് ചെയ്തല്ലോ, അവര് മെഡലിനാണ്, ഞാൻ ആ ന്യൂസ് വായിച്ചതാണ്. അങ്ങനെ ഓൾറെഡി ഹീറോയിനെ ഫിക്സ് ചെയ്തെങ്കിൽ അവര് നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവാൻ വഴിയില്ലല്ലോ, നിങ്ങൾ കള്ളം പറഞ്ഞാണോ എന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. അത് കേട്ട നടി പറയും, ഇത്രയും ഫേമസ് ആയി എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ, ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ അപമാനിക്കുകയാണോ എന്ന നടി ചോദിക്കും. ഇത് കേട്ടുടനെ ഹീറോയിൻ അവരോട് ക്ഷമ പറയുക, ഐ എം സോറി മാഡം, എനിക്ക് സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറണം സംസാരിക്കണം എന്നറിയില്ല, പരമാവധി സത്യമേ ഞാൻ പറയാറുള്ളൂ. അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, എനിക്ക് കൂട്ടുകാരാരുമില്ല, ഒരു പട്ടി മാത്രമേ ഉള്ളൂ കൂട്ടായിട്ട്. ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ല, എനിക്ക് സത്യാവസ്ഥ അറിയില്ല, ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാം എന്ന് പറഞ്ഞതേ ഉള്ളൂ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഹീറോയിൻ സോറി പറയുക. ആ നേരത്താണ് ഈ അംബാസഡറുടെ PA ആയിട്ടുള്ള ലേഡി ഒരു കത്തുമായി അംബാസഡറെ കാണാൻ വരുന്നത്. അങ്ങേർക്ക് അർജന്റായി ഒരു മെയിൽ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഫോട്ടോഗ്രാഫർക്കും ഒരു കത്ത് വന്നിട്ടുണ്ട്. ഇതവർ കൊടുത്തിട്ട് എംബസിയിൽ വെച്ച് കാണാം, എനിക്കല്പം വീട്ടിൽ പണിയുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. ഇവർ പോകാൻ നേരം അവർ കൊണ്ടുവന്ന ഒരു പ്രത്യേക പെട്ടിയും എടുത്തിട്ടാണ് പോകുന്നത്. അത് കഴിയുമ്പോൾ വിരുന്ന് അവസാനിക്കുന്നു. എല്ലാവരും പരസ്പരം നന്ദി പറഞ്ഞ് അവിടുന്ന് പിരിയാണ്. ഹീറോയിൻ അവളുടെ മുറിയിലേക്ക് പോകും. അംബാസഡർ തന്റെ മോളും ആ നടിയുമായിട്ട് നേരെ എംബസിയിലേക്ക് തിരിച്ചു വരുന്നു. ഈ എംബസിയിൽ കാവൽക്കാരനായി ഒരു ഈജിപ്ഷ്യൻ നാട്ടുകാരനുണ്ട്. ഡാൻഡി എന്നാണ് അയാളുടെ പേര്. അതുപോലെ തന്നെ മറ്റൊരു കാര്യസ്ഥനും കൂടെ ഉണ്ട്. അയാളുടെ പേര് സമീർ. ഈ കാര്യസ്ഥനോട് ഇവരെല്ലാം ഗുഡ് നൈറ്റ് പറഞ്ഞ് നേരെ അവരവരുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അംബാസഡർ തന്റെ ഓഫീസ് മുറിക്കകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു പോലീസുകാരനുണ്ടാവും. പുള്ളിക്കാരനാണ് അംബാസഡറിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി. അങ്ങേരെന്തിനാണ് ആ സമയത്ത് ഈ അംബാസഡറിന്റെ മുറിയിലേക്ക് വന്നതെന്ന് അംബാസഡർക്ക് മനസ്സിലാവില്ല. എന്തായാലും പുള്ളിക്കാരനോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ കുറച്ച് വൈകി PA ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, വരികയാണെങ്കിൽ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കണമെന്ന് പറയും. പോലീസുകാരൻ അങ്ങനെ ആവട്ടെ സാർ, മാഡം വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇത് കഴിയുമ്പോൾ നമ്മുടെ അംബാസഡർക്ക് ഓഫീസിൽ എന്തൊക്കെയോ ജോലിയുണ്ട്, അതങ്ങേര് ചെയ്തിട്ട് തന്റെ മുറിയിലേക്ക് കിടക്കാൻ പോവുക. ഈ സമയത്ത് അംബാസഡറുടെ മകൾ അവൾ ഒളിച്ചും പാത്തും എങ്ങോട്ടോ പോകുന്നുണ്ട്. ആ നേരം നമ്മുടെ ഫോട്ടോഗ്രാഫർക്ക് ഒരു കോള് വരും. പുള്ളിക്കാരൻ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വേറൊരു സ്ഥലത്ത് നമ്മുടെ സിനിമാ നടി അവർ സ്കിൻ കെയറിന് വേണ്ടി എന്തൊക്കെയോ ക്രീമുകൾ തേച്ചുകൊണ്ടിരിക്കുകയാവും. ഇവിടെ നമ്മുടെ പോലീസുകാരൻ അദ്ദേഹത്തിന്റെ ടേബിളിലിരുന്ന് തോക്ക് തുടച്ച് മിനുസമാക്കിക്കൊണ്ടിരിക്കുന്നു. അംബാസഡർ ആണെങ്കിൽ തനിക്ക് കിട്ടിയ ലെറ്റർ വായിച്ച് ആകെ അപ്സെറ്റ് ആയിരിക്കുകയാണ്. വേറൊരു മുറിയിൽ ഈ ട്രാൻസ്ലേറ്റർ ഉണ്ട്. അവരും കിടക്കാൻ വേണ്ടി തയ്യാറാവുമായിരിക്കും. പെട്ടെന്നാണ് ഒരു അലർച്ച കേൾക്കുന്നത്. നമ്മുടെ അംബാസഡറിന്റെ മകളില്ലേ, അവർ ഈ ഓഫീസ് മുറിയിൽ PA മരിച്ചു കിടക്കുന്നതായിട്ടും PAയെ കയ്യിൽ താങ്ങി അച്ഛൻ അടുത്ത് തന്നെ ഇരിക്കുന്നതായിട്ടും കാണുന്നു. ഇത് കണ്ട ആ പെണ്ണ് കാറി നിലവിളിക്കുക. ആ ശബ്ദം കേട്ട് ബാക്കിയുള്ളവരെല്ലാം ഈ മുറിയിലേക്ക് ഓടി വരുന്നുണ്ട്. ഉടനെ എഴുന്നേറ്റ് വന്ന അംബാസഡർ പറയും, എത്രയും പെട്ടെന്ന് ആ കാവൽക്കാരനായ പോലീസിനെ വിളിക്കാൻ. എന്നിട്ട് ഇവളോട് അവളുടെ മുറിയിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് അകത്തിരിക്കാൻ പറയും. വിളിച്ചതിന് ശേഷം മാത്രമേ പുറത്തേക്ക് വരാൻ പാടുള്ളൂ. അവള് പോയി കഴിഞ്ഞ് ഈ പോലീസുകാരൻ അങ്ങോട്ട് വരുന്നു. അയാൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അംബാസഡർ പറയും, ആരോ PAയെ കൊലപാതകം ചെയ്തിരിക്കുന്നു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ അവളെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ, അപ്പോഴേക്കും അവൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് കണ്ട പോലീസുകാരൻ പറയും, എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകൂ, ഇവിടുത്തെ എവിഡൻസുകളൊന്നും നശിക്കാൻ പാടില്ല, നമുക്ക് ഈ കാര്യം ലോക്കൽ പോലീസിനെ അറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റാരെങ്കിലും കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം. അടുത്ത സീനിൽ ഹീറോയിന്റെ കാറ് ഈ എംബസിയിലേക്ക് വന്നു നിൽക്കുന്നു. അത് ഇന്ന് ഹീറോയിൻ പുറത്തേക്ക് ഇറങ്ങി അവിടെ കാവലുണ്ടായിരുന്ന സമീറിനോട് കാര്യസ്ഥനോട് ചോദിക്കും, എല്ലാവരും എവിടെ പോയെന്ന്. സമീർ പറയും, എല്ലാവരും ലോഞ്ചിലുണ്ട്, എനിക്ക് അകത്തേക്ക് കിടക്കാൻ പെർമിഷൻ ഇല്ല, കാവൽ പോലീസ് വന്ന് നിങ്ങളെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ അത് കഴിയുമ്പോൾ നമ്മുടെ കാവൽ പോലീസുകാരൻ വരുന്നു. ഹീറോയിനെ വിളിച്ച് നേരെ ഈ എംബസിയുടെ ലോഞ്ചിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നമ്മുടെ ബാക്കിയുള്ള ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഉണ്ടാവും. ഹീറോയിൻ വന്നിട്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസിനെ വിളിക്കാതെ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കും. അപ്പൊ അംബാസഡർ പറയാണ്, ഇത് ബ്രിട്ടീഷ് എംബസി ആയതുകൊണ്ട് ഇവിടെ നടന്ന കൊലപാതകം ലോക്കൽ പോലീസിനെ അറിയിച്ചാൽ അത് എംബസിക്ക് പേരുദോഷമാണ്, മാത്രമല്ല നാട്ടിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും, അത് UK-യും ഈജിപ്തും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കേസ് രഹസ്യമായിട്ട് വേണം അന്വേഷിക്കാൻ, ഈ രാജ്യത്തിന് നമ്മളൊരു തൊല്ലയാവാൻ പാടില്ല, ഇത് കണ്ടുപിടിച്ച് കുറ്റവാളിയെ മാത്രം ഇവിടുത്തെ പോലീസിനെ ഏൽപ്പിച്ചാൽ മതി, നടന്ന സംഭവം പുറത്തു പോകരുത്, അതാണ് ഇവരുടെ തീരുമാനം. ഇത് കേട്ട് ഹീറോയും പറയും, എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, ഞാൻ ഉറപ്പ് പറയുന്നില്ല, എന്തായാലും എനിക്കിപ്പോ ആ സീനൊന്ന് കാണണം, ക്രൈം നടന്ന സ്ഥലം കാണണം, അവിടെ ആരും കയറി വഷളാക്കിയിട്ടില്ലല്ലോ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഹീറോയിൻ ചോദിക്കും. അത് കേട്ട് അംബാസഡർ പറയാണ്, ക്ഷമിക്കണം, എനിക്ക് ആ ക്രൈം സീനിൽ കയറേണ്ടി വന്നിട്ടുണ്ട്, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, എന്റെ PAയെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചതാണ്, എന്നാൽ അപ്പോഴേക്കും അവൾ മരിച്ചിരുന്നു, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി വരില്ലെന്ന് വിശ്വസിക്കുന്നു. ഇത് കേട്ട ഹീറോയും പറയും, ഞാൻ എന്തായാലും ആ ക്രൈം സീൻ ഒന്ന് കാണട്ടെ, ബാക്കിയുള്ള എല്ലാവരും ഇവിടെ കാത്തിരുന്നോളൂ.
അവൾ ആ പോലീസുകാരനെയും വിളിച്ചിട്ട് ഈ മേർഡർ നടന്ന ഓഫീസ് മുറിയിലേക്ക് പോവാണ്. ഹീറോയിൻ ഒരു എഴുത്തുകാരിയും ലേഡിയുമായതുകൊണ്ട് അവൾക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമ്മുടെ ഡാഡി പോലീസിന് സംശയമാണ്. എന്നാൽ അയാളുടെ സംശയം കണ്ട് ഹീറോയിൻ തിരിച്ചു ചോദിക്കുകയാണ്, ഇത്രയും കഴിവുള്ള ബലവാനായ നിങ്ങളിവിടെ ഉണ്ടായ സമയത്തല്ലേ ഈ കൊലപാതകം നടന്ന്, അപ്പൊ പിന്നെ അന്വേഷിക്കാമെന്ന് എന്നെ സംശയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ ജോലി എന്നെ സഹായിക്കുക എന്നുള്ളതാണ്, അത് വൃത്തിയായിട്ട് ചെയ്യുമെന്നും പറഞ്ഞ് ഹീറോയിൻ ഈ ക്രൈം സീൻ പരിശോധിക്കും. വെടിയുണ്ട ഏറ്റിട്ടാണ് നമ്മുടെ PA മരിച്ചിട്ടുള്ളത്. അവളുടെ കയ്യിലായി ഒരു തുണ്ട് പേപ്പർ മുറുക്കി പിടിച്ചിട്ടുണ്ട്. ഈ മുറിയിലേക്ക് പുറത്തുനിന്ന് കയറാനുള്ള വഴികളൊന്നുമില്ല. ഫ്രണ്ട് ഡോറിൽ കൂടെ മാത്രമേ ഒരാൾക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓഫീസ് മുറിയിലുള്ള ചില പല സാധനങ്ങളും കൂടെ ഇവള് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മരിച്ച പെണ്ണ് കയ്യിൽ പിടിച്ചിരിക്കുന്ന പേപ്പർ അതെന്താണെന്നും ഇവള് പരിശോധിക്കും. പോലീസുകാരൻ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നില്ല, എനിക്ക് ആരിലും വിശ്വാസമില്ല, നിങ്ങളെല്ലാവരും ഈ വീടിനകത്തുണ്ടായിരുന്നവരാണല്ലോ, അതുകൊണ്ട് ഈ കാര്യം ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ തന്നെ വെക്കാന്നും പറഞ്ഞ് ഇവൾ ആ പേപ്പർ എടുത്ത് മാറ്റിവെക്കും. പിന്നെ ടേബിളിനടിയിൽ നോക്കുമ്പോൾ അവിടെ ഒരു ബുള്ളറ്റിന്റെ കവർ കിടപ്പുണ്ടാവും. വെടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ബുള്ളറ്റിന്റെ കവർ പീസ് നിലത്തേക്ക് വീഴും. ആ പീസ് വെച്ച് ഇത് ഏത് തരം തോക്കാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവൾ ആ കവർ പീസും കൂടെ എടുത്തു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ലോഞ്ചിലേക്ക് വന്ന് എനിക്ക് നിങ്ങളെല്ലാവരോടും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിന് നിങ്ങൾ സഹകരിക്കണം എന്ന് പറയും. എന്നിട്ട് ഈ പെണ്ണിനെ കൊലപാതകം ചെയ്ത സമയം അപ്പോൾ ഒരു വെടി പൊട്ടിക്കാണുമല്ലോ, ആ ശബ്ദം നിങ്ങൾ കേട്ടിരുന്നോ എന്ന് ചോദിക്കും. എന്നാൽ ആരും തന്നെ ഒരു വെടിവെച്ച കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും നമ്മുടെ പോലീസുകാരനെ ഒഴിവാക്കാം. കാരണം പോലീസുകാരന്റെ തോക്ക് 32 കാലിബർ ആണ്. എന്നാൽ ഈ വെടി പൊട്ടിയിരിക്കുന്ന തോക്കിലുണ്ട 9 മില്ലിമീറ്റർ ആണ്. അതായത് അത് മറ്റൊരു ഗണ്ണിൽ നിന്നാണ് പൊട്ടിയിരിക്കുന്നത്. പോരാത്തതിന് ശബ്ദവും ഉണ്ടായിട്ടില്ല. സോ നമുക്ക് പോലീസുകാരനെ മാറ്റി നിർത്താം. പിന്നെ അടുത്തൊരു ചോദ്യം പോലീസുകാരനോട്, ഈ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കണമെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക വഴിയുണ്ടോ? ഒരൊറ്റ സെൻട്രൽ ഗേറ്റ് മാത്രമേ ഉള്ളൂ. അതും സെക്യൂരിറ്റി ഓപ്പൺ ചെയ്താലേ ആൾക്കാർക്ക് അകത്തേക്കോ പുറത്തേക്കോ പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കും. പോലീസുകാരൻ പറയും, മറ്റൊരു വഴിയുമില്ല, ഞങ്ങൾ അറിയാതെ ഒരു ഈച്ച പോലും അകത്തേക്ക് കടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ കൊല ചെയ്ത കൊലപാതകി നമ്മുടെ ഇടയിലുള്ള ആരോ തന്നെയാണെന്ന് ഹീറോയിൻ പറയും. ഇത് കേട്ട ഉടനെ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഷോക്കാവാണ്. അവരെല്ലാവരും ഹീറോയിനോട് ദേഷ്യപ്പെട്ട് ഞങ്ങളെയാണോ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ച് അവരുടെ ഭാഗത്തുള്ള ന്യായങ്ങൾ പറയുകയാണ്. അതിൽ ഈ അംബാസഡറുടെ മകളുടെ സംസാരത്തിൽ നിന്ന് അവൾക്ക് ആ PA ലേഡിയോട് വലിയ സ്നേഹമൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുമാകാം എന്ന് ഹീറോയിൻ പറയുമ്പോൾ ആ മോള് പറയും, എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറിയത് ഈ മാഗിയാണ്, PA ആണ്. അച്ഛനൊരു കൂട്ട് കിട്ടി, പക്ഷെ എനിക്കൊരു കൂട്ടില്ലായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാനോ എന്റെ കൂടെ സമയം ചെലവഴിക്കാനോ അച്ഛൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ദേഷ്യമുണ്ടായിരുന്നു. എന്നാൽ ആ കാരണം വെച്ച് ആ ലേഡി മരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതൊരു പകയല്ല എന്ന് അവള് പറയും. ഇത് കേട്ട് കഴിഞ്ഞ് ഹീറോയിൻ ഈ ലേഡി മരിക്കുന്ന സമയം എക്സാക്ട്ലി ബാക്കിയുള്ളവരൊക്കെ എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് തെളിച്ച് പറയാൻ പറയും. അംബാസഡർ പറയും, അയാളുടെ മുറിയിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ശബ്ദം കേട്ടപ്പോഴാണ് ഈ ഓഫീസ് റൂമിലേക്ക് പോയത്. അപ്പോഴാണ് പെടഞ്ഞുകൊണ്ട് കിടക്കുന്ന PAയെ കണ്ടത്. ഓടിച്ചെന്ന് രക്ഷപ്പെടുത്താൻ നോക്കി. അപ്പോഴേക്കും ആ സ്ത്രീ മരിച്ചിരുന്നു. പിന്നെ കേട്ടത് മകളുടെ കരച്ചിലാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അങ്ങനെ നിങ്ങൾ ആ ബോഡി കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തും രക്തക്കറ ഉണ്ടാവണമല്ലോ, ആ കറ എവിടെ പോയി? നിങ്ങൾ വസ്ത്രം മാറിയോ? അംബാസഡർ പറയും, അതെ, നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ വസ്ത്രം മാറി, കാരണം ശരീരത്തിൽ രക്തം ഇരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത് കേട്ട ഹീറോയിൻ, അത് കുഴപ്പമില്ല, വസ്ത്രം മാറിയത് നന്നായി, എന്നാലും എനിക്ക് ആ വസ്ത്രം ഒന്ന് കാണണമെന്ന് പറയും. അത് എടുത്തോണ്ട് വരാൻ വേണ്ടി പോലീസുകാരൻ അവിടെ നിന്നപ്പോൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ മകളോട് ചോദിക്കുകയാണ്, ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഓഫീസിന്റെ വരാന്തയിൽ എത്തിപ്പെട്ടതെന്ന്. മകള് പറയും, ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പുറത്തൂടെ ഇറങ്ങി നടക്കാറുണ്ട്. ഇത്തവണ ഗാർഡനിലേക്ക് പോയില്ല, പകരം എംബസിക്ക് അകത്ത് തന്നെ നടക്കാന്ന് വെച്ചു. അങ്ങനെ കോറിഡോറിൽ കൂടെ നടന്നു വരുമ്പോഴാണ് ഈ ബോഡി കാണുന്നത്. അവള് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും അത് കേട്ട് കഴിഞ്ഞിട്ട് ഹീറോയിൻ നമ്മുടെ ഫോട്ടോഗ്രാഫറോട് ചോദിക്കും, നിങ്ങൾ എവിടെയായിരുന്നു എന്ന്. പുള്ളിക്കാരൻ പറയും, പുള്ളിക്കാരന്റെ മുറിയിൽ തന്നെയായിരുന്നു, അയാൾ എടുത്തിരുന്ന ഫോട്ടോയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ട്രാൻസ്ലേറ്റർ, ആ ലേഡിയും ആ ലേഡിയുടെ മുറിയിൽ തന്നെയായിരുന്നു, അവർ ഉറങ്ങുകയായിരുന്നു എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മുടെ സിനിമാ നടി, അവരാണെങ്കിൽ ഞാൻ കിച്ചണിൽ പോയിരിക്കുകയായിരുന്നു, മുഖത്ത് തേക്കാൻ വേണ്ടി പഴയ ഇറച്ചി കഷ്ണം എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കിയതാണെന്ന് പറയും. കാരണം അവരുടെ സൗന്ദര്യ രഹസ്യം കുക്കിങ്ങിന് വെച്ചിരിക്കുന്ന ഇറച്ചി പീസ് അത്രേ. എന്തായാലും ആ സമയത്ത് ഈ ബാക്കിയുള്ള താമസക്കാരെല്ലാവരും പരസ്പരം കണ്ടിരുന്നോ എന്നും കൂടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അവര് പറയും, ഞങ്ങൾ ആരും തന്നെ പരസ്പരം കണ്ടിട്ടില്ല. ഇതേ സമയത്ത് സിനിമാ നടി കിച്ചണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കിച്ചണിലേക്ക് പോകാൻ 2 വഴിയാണുള്ളത്. ഒന്ന് അവരുടെ ക്വാർട്ടേഴ്സ് വഴി, മറ്റൊന്ന് ഈ ഓഫീസ് വഴി. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സിനിമാ നടിയും ഈ കോറിഡോറിൽ കൂടെ കടന്നു പോയിരിക്കാം. അതിനും ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ പോലീസുകാരൻ പറയും. ഇത് കേട്ട സിനിമാ നടി ഉടനെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും കേസ് തീരുമാനമായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടാതെ എന്ന് പറഞ്ഞ് ഹീറോയിൻ ആ നടിയെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞ് പോലീസുകാരൻ എവിടെയാണെന്ന്
എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ മുറിയിൽ കിടക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു എന്ന് പറയും. എന്നാൽ ശരി, ഇനി എല്ലാവരും ലോഞ്ചിലേക്ക് തിരിച്ചു പോയിക്കോളൂ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് ഹീറോയിൻ ബാക്കിയുള്ള എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഈ അംബാസഡർ പെണ്ണ് മരിച്ച സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം വാങ്ങി പരിശോധിക്കും. അത് കഴിഞ്ഞ് ലോഞ്ചിലേക്ക് വന്ന് ഈ ബോഡിയിൽ നിന്ന് കിട്ടിയ ബോഡി കയ്യിൽ പിടിച്ചിരുന്ന ആ നോട്ടീസ് പേപ്പറിന്റെ കട്ടിങ് കാണിച്ചു കൊടുക്കുക. ഇതെന്താണെന്ന് അറിയുമെന്ന് അവൾ അംബാസഡറോട് ചോദിക്കും. അംബാസഡർ പറയും, അതൊരു കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് ആണ്, അതെന്റെ സേഫിനകത്താണ് ഉണ്ടായിരുന്നത്. ഈ നാട്ടിലേക്ക് നാസികൾ കടന്നു വരുന്നുണ്ട്, ഹിറ്റ്ലറിന്റെ ആൾക്കാർ. അവരെ പറ്റിയുള്ള വിവരങ്ങളാണ് ഈ ഡോക്യുമെന്റിന്റെ അകത്ത് പരാമർശിച്ചിരിക്കുന്നത്. അത് ഞാൻ സേഫിനകത്ത് വെച്ചതായിരുന്നു, അതെങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് അംബാസഡർ. ഈ സമയത്ത് നമ്മുടെ ഫോട്ടോഗ്രാഫർ അയാളുടെ കയ്യിലെ ചെയിൻ മെല്ലെ മറച്ചു വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോഴാണ് മോള് ചോദിക്കുന്നത്, ഈജിപ്തിലേക്ക് നാസികൾ കടന്നു വന്നിട്ടുണ്ടോ, അത് സത്യമാണോ എന്ന്. നമ്മുടെ ട്രാൻസ്ലേറ്റർ പറയും, അത് സത്യമാണ്, നാസികൾ ഈജിപ്ത് ഒരു രഹസ്യ താവളമായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരിവിടെ തമ്പടിക്കുന്ന കാര്യം ചെറിയ ഗോസിപ്പായിട്ട് പരക്കുന്നുണ്ടെന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞ് ഹീറോയിൻ ചോദിക്കുകയാണ്, ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റർ നിങ്ങളുടെ സേഫിനകത്തായിരുന്നല്ലോ, ഈ സേഫിന്റെ പാസ്വേഡ് ആർക്കൊക്കെയാണ് അറിയുക? അംബാസഡർ പറയും, എനിക്കും മാഗിക്കും മാത്രം. അവൾ അത് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവണം, ആ സമയത്തായിരിക്കണം ആരെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇത് അംബാസഡർ പറയുമ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ മറ്റൊരു വിഷയം പറയും, ഒരുപക്ഷെ ഈ മാഗി തന്നെ ഒരു നാസിയുടെ ചാരയാണെങ്കിലോ, നമുക്കത് അറിയില്ലല്ലോ. അത് കേട്ട ഉടനെ അംബാസഡർ പറയാണ്, നിങ്ങൾക്ക് തോന്നിയത് വിളിച്ചു പറയരുത്, അവളൊരു നല്ല സ്ത്രീയാണ്, എനിക്കതറിയാം, അവൾക്കൊരിക്കലും അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഹീറോയിൻ ഇന്നത്തെ അന്വേഷണം എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ഇന്ന് ഒരുപാട് വൈകിയില്ലേ, എനിക്ക് വേണ്ട വിവരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് നമുക്ക് കാലത്താണ് പരിശോധിക്കേണ്ടത്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി കിടന്നോളൂ എന്ന് പറയും. എന്നാൽ സിനിമ നടിയാവട്ടെ, ഒരു മരിച്ച ബോഡി കിടക്കുമ്പോൾ ഞങ്ങളെങ്ങനെ സമാധാനത്തോടെ കിടക്കാനാ, ഞങ്ങൾക്ക് ഭയമാണെന്ന് പറയാണ്. അപ്പൊ ഹീറോയിൻ, നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, നമുക്കിതിനൊരു പരിഹാരം കിട്ടണമെങ്കിൽ നേരം വെളുക്കണം, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പോയി കിടന്നോളൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ട് കഴിഞ്ഞ് ഹീറോയിൻ ആ പോലീസുകാരനോട്, ഇന്ന് രാത്രി ഇവിടുന്ന് ആരും രക്ഷപ്പെടാതെ നോക്കണം, അതേപോലെ ആ ബോഡി അതിന് ഛേദമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അത് മറ്റേതെങ്കിലും സ്ഥലത്ത് ഭദ്രമായി ഒളിപ്പിച്ചു വെക്കണം എന്ന് പറയും. പോലീസുകാരൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ രാത്രി എല്ലാവരും അവനവന്റെ മുറിയിലേക്ക് പോയി കിടക്കുന്നു. എല്ലാവരും ഉറങ്ങി എന്ന ലക്ഷണം കാണുമ്പോൾ നമ്മുടെ മോളില്ലേ, അവള് പമ്മി ഈ ട്രാൻസ്ലേറ്ററുടെ മുറിയിലേക്ക് വരും. സംഭവം അവളും ട്രാൻസ്ലേറ്ററും തമ്മിൽ ലവാണ്. അതുകൊണ്ടാണ് ഇവള് രാത്രി കാമുകിയെ കാണാൻ വേണ്ടി ഒളിച്ചും പാത്തും നടക്കുന്നത്. പിറ്റേ ദിവസം ഈ എംബസിയിലുള്ള ഗാർഡൻ എന്തോ പറ്റിയെന്നും പറഞ്ഞ് കാര്യസ്ഥനും ആ കാവൽക്കാരനും തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. എന്താണെന്ന് വന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ കാവൽക്കാരൻ ആ തോട്ടം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് കാര്യസ്ഥൻ സമീർ കാവൽക്കാരനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഹീറോയിൻ വന്ന്, നിങ്ങൾ വഴക്കടിക്കണ്ട, പൂക്കളല്ലേ, അത് വളർന്നോളും, അതിനുവേണ്ടി ഒരു കുഴപ്പം വേണ്ട, ഇപ്പം എൻ്റെ പട്ടിയെ ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ നോക്കാൻ വേണ്ടിയിട്ട്, അതാർക്കാ കൊടുക്കുക എന്ന് ഹീറോയിൻ സമീറിനോട് ചോദിക്കുകയാണ്. അപ്പൊ ആ പട്ടിയെ ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞ് നമ്മുടെ തോട്ടക്കാരൻ ആ പട്ടിയുടെ ലീഷ് പിടിച്ചു വാങ്ങി പട്ടിയെ നോക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഇത് കണ്ട സമീർ പറയാണ്, അവൻ ആളൊരു വ്യത്യസ്തനാ, അവന് മനുഷ്യരെ ഇഷ്ടമല്ല, എല്ലാവരോടും ദേഷ്യപ്പെടും, പക്ഷെ മൃഗങ്ങളെയും പൂക്കളെയും അവൻ ഇഷ്ടമാണ്, അതുകൊണ്ട് അവൻ പട്ടിയെ നന്നായിട്ട് നോക്കിക്കോളും, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറയും. ഇത് കേട്ട് ഹീറോയിൻ ചിരിച്ചുകൊണ്ട് ആ മനുഷ്യനെ നോക്കി നിൽക്കുക. ആ നേരത്ത് ഈ പുള്ളിക്കാരൻ ഏതോ ഒരു കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട്. ആ സ്ത്രീ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്താ സംഭവം എന്നറിയില്ല. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹീറോയിൻ പാറ്റിയോയിലേക്ക് പോകുന്നു, പുറത്തുള്ള ഗാർഡനിലേക്ക്. അവിടെ ബാക്കിയുള്ള താമസക്കാരെല്ലാവരും ഉണ്ടാവും. അപ്പൊ സിനിമാ നടി പറയാണ്, ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം തന്നെ കിട്ടിയിട്ടില്ല, അടുത്ത മുറിയിൽ ആ ഡെഡ് ബോഡി കിടക്കുമ്പോൾ എങ്ങനെ ഉറങ്ങാനാണ്. അത് കേട്ട് ഹീറോയിൻ പറയും, അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, രാത്രി തന്നെ ആ ബോഡി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്, ഞാനത് പോലീസുകാരനോട് പറഞ്ഞാണ്. അപ്പൊ പോലീസുകാരൻ പറയും, അതെ, രാത്രി തന്നെ ഞാൻ ആ ബോഡി നമ്മുടെ മോർച്ചറിയിലേക്ക് മാറ്റി. ഇത് കേട്ട് മോള് ചോദിക്കുകയാണ്, അപ്പൊ നമുക്കിവിടെ മോർച്ചറി പോലും ഉണ്ടോ എന്ന്. അതിന് ട്രാൻസ്ലേറ്റർ പറയും, അതെ, ഈ എംബസിയിൽ തന്നെ മോർച്ചറി ഉണ്ട്, അത് ബ്രിട്ടീഷുകാരെങ്ങാനും മരണപ്പെട്ടാൽ അവരെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നത് വരെ സൂക്ഷിക്കാൻ വേണ്ടി എംബസി പണിത മോർച്ചറിയാണ്, അവിടെയാണ് ഇപ്പൊ ആ ബോഡി വെച്ചിട്ടുള്ളത്. അംബാസഡർ പറയും, ഞാൻ കാലത്ത് നമ്മുടെ ലണ്ടൻ ഗവൺമെന്റിനെ വിളിച്ചിരുന്നു, ആ ബോഡി തിരിച്ചയക്കണം, എന്നാൽ ഇതൊരു കൊലപാതകമായതുകൊണ്ട് തന്നെ ലണ്ടനിൽ നിന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു പോലീസുകാരനും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം വരുന്നതുവരെ ഇവിടുന്ന് മറ്റാർക്കും പുറത്തേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ ആ സമയത്തിനുള്ളിൽ ഈ കേസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ സമാധാനത്തോടെ ഇരിക്കാം. അതുകൊണ്ട് അദ്ദേഹം വരുന്നത് വരെ നിങ്ങളുടെ കയ്യിലാണ് കേസ്, പറ്റുമെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യുമെന്ന് അംബാസഡർ ഹീറോയിനോട് പറയുക. അതിന് ഹീറോയിൻ മറുപടിയായിട്ട്, എന്നാൽ കഴിവതും ഞാൻ ശ്രമിക്കാമെന്ന് പറയും. അത് കഴിഞ്ഞ് ഈ പോലീസുകാരനോട് നമ്മുടെ മാഗിക്ക് വേണ്ടി ഈ എംബസിയിൽ ഒരു മുറിയുണ്ട്, അവരുടെ മുറി, ആ മുറി ഒന്ന് കാണിച്ചു തരാൻ പറയും. അങ്ങനെ ഇവർ ആ മുറിയിലേക്ക് വരുന്നു. ആ മുറി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് മാഗി എപ്പോഴും ആ മുറിയിലല്ല താമസിക്കുന്നത്, ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ മാത്രമേ താമസിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യമായ സാധനങ്ങളൊന്നും തന്നെ ഈ മുറിക്കകത്തില്ല. പിന്നെ അവിടുത്തെ ഫോട്ടോയിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് നമ്മുടെ അംബാസഡറും
ഹീറോയും ഈ മാഗിയും തമ്മിൽ വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. കാര്യം പറഞ്ഞാൽ അവർ തമ്മിൽ ഇഷ്ടത്തിൽ തന്നെയായിരുന്നു. എന്തായാലും ഇപ്പൊ മാഗിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ സാധാരണ താമസിച്ചുകൊണ്ടിരിക്കുന്ന തെരുവിലുള്ള അവരുടെ വീട്ടിലേക്ക് പോകണം. അതെവിടെയാണെന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ മുറിക്കകത്തുള്ള മെഴുകുതിരിയൊക്കെ ഹീറോയിൻ പരിശോധിക്കും. റീസെന്റ് ആയ ആ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. എന്തായാലും അത് അവൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അംബാസഡറോട് വന്ന് ഈ മാഗിയുടെ വീട് പരിശോധിക്കാനുള്ള പെർമിഷൻ ചോദിക്കും. കൂടെ പോലീസുകാരനും വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ക്രൈം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ പുറത്തു പോകാൻ പാടില്ല എന്നാണ് ലണ്ടൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പോലീസുകാരനെ കൂടെ കൂട്ടി പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഹീറോയിൻ തനിച്ച് പോകണം. ഞാൻ തനിച്ച് പോയിക്കോളാം പറഞ്ഞ് ഒരു കാറ് വാടകയ്ക്കെടുത്ത് ഹീറോയിൻ മാഗിയുടെ വീട്ടിലേക്ക് പോവാണ്. പോയി ഇറങ്ങുന്നതിന് മുന്നേ മാഗിയുടെ വീട്ടിൽ നിന്നും ഏതോ ഒരു സ്ത്രീ അല്ല, നേരത്തെ ആ തോട്ടക്കാരനുമായിട്ട് സംസാരിച്ച സ്ത്രീ മാഗിയുടെ കയ്യിലുണ്ടായിരുന്ന ആ സൂട്ട് കേസുമായി ഒളിച്ചും പാത്തും മറ്റൊരു കാറിൽ കയറി പോകുന്നത് ഹീറോയിൻ കാണും. ഹീറോയിൻ തന്റെ കാറുകാരനോട് ആ കാറിനെ ഫോളോ ചെയ്ത് പോകാൻ പറയുക. ഈ പെട്ടിക്കള്ളിയായ സ്ത്രീ ഏതോ ഒരു നദിക്കടുത്തേക്ക് കാർ ഓടിച്ചുകൊണ്ട് പോയി ആ നദിയിലുള്ള ബോട്ടിലേക്ക് ഈ പെട്ടി കൊണ്ടുപോയി വെക്കുകയാണ്. കൂടെ തന്നെ സഹായത്തിന് വേണ്ടി ഒരു ഷർട്ടിടാത്ത മനുഷ്യനുണ്ട്. അവരാ പെട്ടി വെച്ച് പോകുന്നത് വരെ കാത്തിരുന്നതിന് ശേഷം ഹീറോയിൻ അവരറിയാതെ ചെന്ന് ഈ പെട്ടി തുറന്നു നോക്കും. എന്നാൽ ആ പെട്ടിക്കകത്ത് കാര്യമായ ഒന്നും തന്നെയില്ല. പക്ഷെ ആ ബോട്ടിലുള്ള ടേബിളിനകത്തായി ഒരു പാസ്പോർട്ടും കട്ടിയുള്ളൊരു പുസ്തകവും പിന്നെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസും കാണാം.